ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന LDC LGS 2024 എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സീരീസ് ആണ് 150 ടോപ്പിക്സിന്റെ ഒരു സീരീസ്. ഇപ്പൊ 150 ടോപ്പിക്സിൽ നമ്മൾ ഏതാണ്ട് 8-9ഓളം അല്ലെ ടോപ്പിക്സ് ആയി. 150 നമുക്ക് കവർ ചെയ്യണം. ഡെയിലി ഇങ്ങനെ പോയാൽ 150 കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ടുള്ള ചിലപ്പം ഞാൻ പറയാം നമ്മൾ ചിലപ്പോൾ ക്ലാസിന്റെ എണ്ണം കൂടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും എനിക്ക് 150 ടോപ്പിക്സ് വിതിൻ യുവർ എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളുടെ എണ്ണം ചിലപ്പോൾ കൂടിയേക്കും കേട്ടോ. ഇപ്പോൾ ഉടനെ ഇല്ല, ഞാൻ ഇൻഫോം ചെയ്യാം എപ്പോഴാണെന്നുള്ളതാണ്. അപ്പം 150 ടോപ്പിക്സിൽ നമ്മളിപ്പോൾ പല ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നെഗ്ലക്ട് ചെയ്ത് കളയരുത്. പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എല്ലാം പ്ലേലിസ്റ്റ് ഇടുന്നുണ്ട്. സോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 150 ടോപ്പിക്സും കിട്ടും. ഇച്ചിരി മെനക്കെട്ടിരുന്ന് പഠിക്കാത്തവരുടെ കാര്യമാണ്. അത് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോവുക. അങ്ങനെ ഡെയിലി പഠിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഡെയിലി പഠിക്കുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളും സ്ഥാപകരുമാണ്. ഇന്ത്യയിലെ പ്രധാന പത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള പത്രങ്ങളല്ല PSC ചോദിക്കുന്നത്. PSC ചോദിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്കിവിടെ ചില പത്രങ്ങൾ ഉണ്ടായി അല്ലെ. ആ പത്രങ്ങളെ കുറിച്ച് PSC നമ്മളോട് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. അപ്പൊ അത് LDCയും LGSും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു കഴിയണം. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ ജനതയെ അവർ അനുഭവിക്കുന്ന ചൂഷണം അല്ലെ, അവർ എത്രത്തോളം ചൂഷണം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ ബോധവാന്മാരാക്കുന്നതിനുമൊക്കെ ഹെൽപ്പ് ചെയ്ത ഒന്നായിരുന്നു പത്രങ്ങൾ. അപ്പൊ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്. പല സംസ്ഥാനങ്ങളിലും അല്ലെ പല ഭാഷകൾ സംസാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആശയവിനിമയം എല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ പത്രങ്ങളിലൂടെ നമുക്ക് ഒരു സ്ഥലത്ത് നടന്ന വാർത്ത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്ലേഗ് പോലെയുള്ള മരണവും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിലുണ്ടായി. അത് ഇന്ത്യയുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ഒന്നായിരുന്നു പത്രം. അതുപോലെ തന്നെ ദേശീയത ജനങ്ങളുടെ ഉള്ളിൽ ആളിക്കത്തിക്കാനായിട്ട് സഹായകമായിരുന്ന ഒന്നായിരുന്നു പത്രങ്ങള്. അപ്പൊ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SCRT പുസ്തകത്തിലുള്ള പത്രങ്ങളാണ്. വേറൊന്നും കൊണ്ടല്ല, PSC എക്സാമിനേഷൻ ചോദിക്കുവാണെങ്കിൽ ഈ ഇത്രയും പത്രങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കണ്ട ഒരുപാട് പത്രങ്ങളും അതിന്റെ പ്രവർത്തകരെയും സ്ഥാപകരെയും ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ ഇത്രയും മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഇവിടുന്നായിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഇതുകൊണ്ട് പഠിക്കുക. ആദ്യം നോക്കുക, ഹിന്ദു പത്രത്തിന്റെ സ്ഥാപകർ നമുക്കറിയാം G. സുബ്രഹ്മണ്യം അയ്യർ ആണ്. ഹിന്ദു മാത്രമല്ല, സ്വദേശി മിത്രം, ഹിന്ദു സ്വദേശി മിത്രം ഈ രണ്ട് പത്രത്തിന്റെയും സ്ഥാപകൻ ആരാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഹിന്ദു സ്വദേശി മിത്രം ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോകാം. ഹിന്ദു സ്വദേശി മിത്രം ഈ രണ്ട് പത്രത്തിന്റെയും സ്ഥാപകരാരാണ്? G. സുബ്രഹ്മണ്യ അയ്യർ. അടുത്തത് അമൃത ബസാർ പത്രിക. അതില് ഇത് ചോദിച്ചിട്ടുള്ള കേട്ടോ PSC, ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഹിന്ദുവും സ്വദേശി മിത്രവും ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വരും, അയ്യോ ഇതൊന്ന് പറഞ്ഞതാണല്ലോ എന്ന്. അപ്പൊ ഹിന്ദുവും സ്വദേശി മിത്രവും പത്രത്തിന്റെ സ്ഥാപകര് G. സുബ്രഹ്മണ്യ അയ്യർ. അടുത്തതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. അമൃത ബസാർ പത്രിക പത്രത്തിന്റെ സ്ഥാപകരാരൊക്കെയാണ്? രണ്ടുപേരാണ്, ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഓക്കെ, ഇപ്പൊ തന്നെ പഠിക്കുക. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്, അമൃത ബസാർ പത്രിക. അടുത്തത് ബോംബെ സമാചാറിന്റെ സ്ഥാപകനാണ് ഫർദൂർജി മസ്ബാൻ ആണ് ബോംബെ സമാചാർ. വീണ്ടും ഞാൻ പറയുവാണ്, SCRT പുസ്തകത്തിലുള്ള അതുപോലെയാണ് ഞാനിത് തരുന്നത്. പത്രങ്ങളും സ്ഥാപകരും പഠിക്കുവാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ കണ്ട് പത്രങ്ങളും സ്ഥാപകരും പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് 4 പത്രങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? അമൃത ബസാർ പത്രിക ആരാ? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. എന്റെ കൂടെ പറയൂ. ഇനി സ്വദേശി മിത്രവും ഹിന്ദുവും G. സുബ്രഹ്മണ്യ അയ്യർ. ബോംബെ സമാചാർ ആരാണ്? ഫർദൂർജി മസ്ബാൻ. ക്ലിയർ അല്ലേ ഇത്രയും? നെക്സ്റ്റ് കേസരി മറാത്ത. ബാലഗംഗാധര തിലകിന്റെ 2 പത്രങ്ങളാണ് കേസരിയും മറാത്തയും. ഇത് പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പലതവണ ചോദിച്ചിട്ടുണ്ട്. കേസരിയും ചോദിച്ചിട്ടുണ്ട്, മറാത്തയും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കേസരി മറാത്ത ഈ 2 പത്രങ്ങള് ബാലഗംഗാധര തിലകിന്റേതാണ്. ബാലഗംഗാധര തിലകനാണ് കേസരി മറാത്ത എന്നീ പത്രങ്ങളുടെ സ്ഥാപകര്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ പഠിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്.
അടുത്തത് ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രമാണ് പ്രീവിയസ് ഇയർ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. അമൃതബസാർ പത്രിക ആരുടെയായിരുന്നു? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ. പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ഞാൻ പറഞ്ഞു SCRT പുസ്തകത്തിലുള്ള അതേപടിയാണ് ഞാൻ തരുന്നത്. കാരണം ഈ പത്രങ്ങളും സ്ഥാപകരും ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് ഇത്രയും പഠിച്ചു വെക്കുക കേട്ടോ. കേസരി, മറാത്ത, ബാലഗംഗാധര തിലക, ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി, ദെൻ വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അടുത്തത് ഷോം പ്രകാശ് പത്രത്തിന്റെ സ്ഥാപകനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. നെക്സ്റ്റ് ന്യൂ ഇന്ത്യ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നീ രണ്ട് പത്രങ്ങളും ആരുടേതാണ്? ആനി ബെസന്റ് ആണ് സ്ഥാപക. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഈ രണ്ട് പത്രങ്ങളുടെയും സ്ഥാപക ആനി ബെസന്റ്. PSC ഇത് റിപ്പീറ്റ് അടിച്ചൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. അടുത്തത് അൽ ഹിലാല്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അൽ ഹിലാല് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ് കേട്ടോ. അൽ ഹിലാല് മൗലാന അബ്ദുൽ കലാം ആസാദ്. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന് SCRT ആണെന്ന് ഞാൻ പറഞ്ഞു, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം ഈ ഒരു ഭാഗം പഠിക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം പ്രീവിയസ് ഇയർ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നില്ലേ, അത് നിങ്ങൾ ഒന്നും കൂടി കെയർ ചെയ്ത് പഠിക്കണം. കാരണം ഇനിയും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. SCRT ആയതുകൊണ്ട് ഈ ഭാഗത്ത് നിന്നേ ചോദിക്കുള്ളൂ. അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിത് പ്രീവിയസ് റിപ്പീറ്റ് എന്ന് പറയുന്നതിനോ ഒന്നും കൂടി ശ്രദ്ധ കൊടുത്ത് വേണം പഠിക്കാനായിട്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഏതൊക്കെയാണ്? ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ആനി ബെസന്റ് ഏതൊക്കെ പത്രത്തിന്റെ സ്ഥാപകയാണ്? ന്യൂ ഇന്ത്യ, അതുപോലെ തന്നെ കോമൺവെൽത്ത്. അൽ ഹിലാല് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. ഇനി യങ് ഇന്ത്യ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. യങ് ഇന്ത്യ, ഹരിജൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. യങ് ഇന്ത്യ, ഹരിജൻ ഈ രണ്ട് പത്രങ്ങളും നമ്മളുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടേതാണ്. ഇപ്പൊ ഗാന്ധിജി സ്ഥാപകനായ രണ്ട് പത്രങ്ങളാണ് ഏതൊക്കെ? യങ് ഇന്ത്യ, ഹരിജൻ. ഈ യങ് ഇന്ത്യയും ന്യൂ ഇന്ത്യയും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ആനി ബെസന്റിനെ പറഞ്ഞില്ലേ, ഇത് തമ്മിൽ മാറിപ്പോരുത്. യങ് ഇന്ത്യ, ഹരിജൻ ഈ രണ്ട് പത്രങ്ങളുടെയും സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധി. അടുത്തത് വന്ദേ മാതരം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ. വന്ദേ മാതരം ലാലാ ലജ്പത് റായുടെ പത്രമാണ് വന്ദേ മാതരം. ദെൻ നേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിപ്പീറ്റ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ് നേഷൻ. അപ്പൊ നമ്മൾ കുറച്ച് പത്രങ്ങൾ പഠിച്ചല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിട്ടുകളയരുത്. LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പത്രങ്ങളും സ്ഥാപകരും. ഞാൻ ആദ്യമേ ഒന്നുകൂടി പറയുന്നു, SCRT ബേസ് തന്നെയാണിത്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കണം. റിപ്പീറ്റ് പ്രീവിയസ് ഒക്കെ പറഞ്ഞില്ലേ, അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അത് പഠിക്കണം. പിന്നെ ഒരു കാര്യം, ഇത് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുമെങ്കിൽ നല്ലതായിരിക്കും. നോട്ട്ബുക്കിൽ ഇപ്പൊ ഞാൻ എഴുതിയത് ഈ ഒരു ഓർഡറിൽ തന്നെ പ്രധാന പത്രങ്ങൾ സ്ഥാപകർ എന്ന് ഒരു ടേബിൾ ഇട്ട് എഴുതിയിട്ട് അത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്നെന്തെങ്കിലും ബുക്കോ പേപ്പറോ വെച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആരുടെ പത്രമാണെന്നോ അല്ലെങ്കിൽ സ്ഥാപകരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഇന്ന് മാത്രം പോരാ, ഇന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി നോക്കുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞും കൂടി നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല ഓർമ്മ കിട്ടിക്കോളും കേട്ടോ. അപ്പം നല്ല രീതിയിൽ പഠിച്ചു പോകുക. നമ്മൾ തരുന്ന 150 ടോപ്പിക്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമേ തരുന്നുള്ളൂ. അൺനെസസറി ഫാക്റ്റുകൾ ഒന്നും ഞാൻ നിങ്ങളെ മുഷിപ്പിക്കാറില്ല. നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ സീരീസിലൂടെ തരുന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുക. ആർക്കെങ്കിലും മടിയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റി വെച്ചേക്കുക. എക്സാം വരെ ആ മടി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ സുരക്ഷിതമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല റാങ്ക് വാങ്ങി ജോലി കിട്ടാനായിട്ട് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഞാൻ നോക്കുമ്പോൾ വ്യൂസ് ഉണ്ട്, പക്ഷെ പലർക്കും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ പോലും മടിയാണ്. അപ്പൊ ഞാനും അതുപോലെ ഒരു മടി കാണിച്ചാലോ, എനിക്കും ക്ലാസ് ഇടാൻ മടി കാണിച്ചു കഴിഞ്ഞാലോ? അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ. അവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ക്ലാസ്സുകൾ നേടുക. പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്